الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും സാഹചര്യങ്ങളിലും പാലിച്ചും പുലർത്തിയും മുറുകെ പിടിച്ചും അവനിൽ തഖ്വയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ഭക്തിയുള്ളവരായി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരിച്ചു പോകുവാനും അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുവാനും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു അതിന് നമ്മെ എല്ലാം സഹായിക്കുമാറാവട്ടെ. ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെങ്കിൽ നമ്മുടെ മാനസികമായ സെറ്റിംഗ്സ്, മനസ്സിനെ രൂപപ്പെടുത്തേണ്ട രണ്ട് പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ. മനസ്സ് അതാണ് പാകപ്പെടുകയും രൂപപ്പെടുത്തപ്പെടുകയും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞത് അവന്റെ കർമ്മങ്ങളെ രൂപപ്പെടുത്താനാണ്. വിശ്വാസം രൂപപ്പെടുത്തിയ കർമ്മങ്ങൾക്കേ പരലോകത്ത് മൂല്യമുള്ളൂ. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത് ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതിഥിയെ ആദരിക്കട്ടെ, അയൽവാസിക്ക് ഗുണം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞോട്ട് നിബന്ധനയായി അള്ളാഹുവിലും പരലോകത്തിലുള്ള വിശ്വാസത്തെ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും.
അഥവാ വിശ്വാസത്തിന്റെ പിൻബലത്തോടെ പരിപക്വമായ മനസ്സിലൂടെ അല്ലാത്ത ഒരു കർമ്മങ്ങൾക്കും പരലോകത്ത് മൂല്യമില്ല എന്ന് മാത്രമല്ല, അത്തരം കർമ്മങ്ങൾ മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ അവന്റെ മനസ്സ് അതിന് പാകപ്പെടണം എന്നുകൂടെ ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട്. ഒരാടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ല ഭാഗം മുറിച്ചെടുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ, ഒരാടിന്റെ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭാഗം മുറിച്ചെടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോ രണ്ട് സന്ദർഭത്തിലും മുറിച്ചെടുത്തത് ഒരേ ഭാഗമാണ്. അത് ഹൃദയമായിരുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും നല്ലതും ചീത്തയും ഹൃദയമാണ്. അത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും നമ്മെ ഉണർത്തിയിട്ടുണ്ട്. മാനസികമായ നമ്മുടെ സെറ്റിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? പ്രാധാന്യം കൊടുക്കേണ്ട വിഷയത്തിനല്ല പ്രാധാന്യം കൊടുക്കുക, ത്യാഗം ചെയ്യേണ്ട വിഷയത്തിനല്ല ത്യാഗം ചെയ്യുക, സൂക്ഷ്മത പാലിക്കേണ്ട വിഷയത്തിലല്ല സൂക്ഷ്മത പാലിക്കുക, പരിഭ്രമിക്കേണ്ട വിഷയത്തിൽ പരിഭ്രമം ഉണ്ടാവില്ല, പഠിക്കേണ്ട വിഷയം പഠിച്ചിട്ടുണ്ടാവില്ല, റൂട്ട് തെറ്റിപ്പോ. ഉദാഹരണം, ഒരു എലക്ഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഓരോ വോട്ടും അത് പോൾ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കും. നടക്കാനും ഇരിക്കാനും യാത്ര ചെയ്യാനും കഴിയാത്ത ആളുകളെ എന്തൊരു പരസഹായ സന്നദ്ധതയോടെയാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് ഓരോരുത്തരും എത്തിച്ചിട്ടുള്ളത്. സത്യത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ ഓരോ അമലുകൾ അത് കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടോ? അത് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഈ വോട്ട് ശ്രദ്ധിച്ച മാതിരി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? മനസ്സിന്റെ സെറ്റിങ്സ് അങ്ങനെയാണ്. മനസ്സിന്റെ സെറ്റിങ്സ് അങ്ങനെയാണ്. ഒരാളെ ജയിപ്പിക്കാൻ ഒരു വാർഡ് മുഴുവൻ ഓടി നടന്നില്ലേ? നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഇതുവരെ ഓടിയിട്ടുണ്ടോ പരലോകത്തു? ഇല്ല. എന്താ കാര്യം? മനസ്സങ്ങനെയാ രൂപപ്പെട്ട് കിടക്കുന്നത്. ഒരാളെ വിജയിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഓടി നടക്കുമ്പോ പരലോകത്തന്നെ വിജയിപ്പിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടാവൂല എന്ന ഖുർആനിന്റെ വചനമോ നിർദ്ദേശമോ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. ആരെങ്കിലും ആലോചിച്ചു? നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ? രാഷ്ട്രീയ പാർട്ടി അല്ല വിജയിക്കുക, കുടുംബ ബന്ധങ്ങളാണ്, വ്യക്തിബന്ധങ്ങളാണ്, അല്ലേ? അതുകൊണ്ട് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സ്വാധീനം വ്യക്തിബന്ധങ്ങൾക്ക് പ്രതിഫലിക്കുന്ന ഇലക്ഷനാണ് പഞ്ചായത്ത് ഇലക്ഷൻ. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനൊരു സ്ഥാനാർത്ഥിനെ നിർത്തുമ്പോ അവന്റെ കുടുംബ പാരമ്പര്യം, അവൻ ഏതൊക്കെ മേഖലയിൽ സ്വാധീനം ചെലുത്തും, ഏതൊക്കെ മേഖലയിൽ അവന് വോട്ട് കിട്ടാണ്ടത് പരിശോധിച്ചിട്ടാണ് ഓരോ പാർട്ടി നിർത്തുക. എന്നാൽ ഈ സ്വാധീനിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇയാളെ പരലോക വിജയത്തിൽ സ്വാധീനിക്കോ? ഇല്ല. അത് സ്വാധീനിക്കൂല എന്ന് ഖുർആൻ പറഞ്ഞ ആയത്താ ഞാൻ സ്വന്തം സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം. ഓടി അടുക്കല്ല, ഓടി അകലിയാണ്. ഖുർആൻ എണ്ണി പറഞ്ഞില്ലേ? ബന്ധങ്ങളിൽ ഈടുറ്റതും ഇഴപിരിക്കാൻ സാധിക്കാത്തതുമായ ബന്ധങ്ങളെ അള്ളാഹു എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഓടി അകലും. അപ്പൊ പിന്നെന്താ? എന്റെ വിജയം എന്റെ മാത്രം ബാധ്യതയാണ്. ഓരോരുത്തർ ചിന്തിക്കണം. ഇത് നമ്മൾ ഭൗതിക ജീവിതത്തിൽ അതിന്റെ വ്യത്യസ്ത മേഖലയിൽ വിജയപരാജയങ്ങളെ സമീപിക്കുന്നത് പോലെ നമ്മുടെ പരലോക വിജയപരാജയങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? പരിശോധിച്ച് നോക്കണം. ബസ് കയറാൻ എന്തൊരു തിരക്കാന്നല്ല. ട്രെയിനിലൊക്കെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടെങ്കിലും തിക്കിയെ കയറുള്ളൂ മനുഷ്യൻ. പരിശോധിച്ച് നോക്കണം. ഞാൻ സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളാണ്. എന്നാ പള്ളി വന്നാലോ എവിടെ ഇരിക്കണ്ട്? അത് ബാക്കിൽ എവിടെങ്കിലും ചാരി നിങ്ങളാടുന്നു മുമ്പിലാട്. ആരെ? മറ്റോനെ. എവിടെ? പള്ളിയിൽ.
ഭക്ഷണം കിട്ടുന്നോ സീറ്റ് പിടിച്ച സീറ്റ് വിടൂല. ഓണീച്ച നമുക്ക് ഇരിക്കണം. ആരെങ്കിലും നിങ്ങളോട് ഇരുന്നോളിന്ന് അറിയോ? ഇല്ല. ബസ്സിൽ നിങ്ങളോട് ഇരുന്നോളിന്ന് അറിയോ? ഇല്ല. ട്രെയിനിൽ നിങ്ങൾ കയറിയിട്ട് ഞാൻ കയറാന്ന് പറയോ? ഇല്ല. പള്ളിയിൽ വന്നാലോ എവിടെ ഇരിക്കേണ്ടത്? എവിടെ ഇരുന്നാലും തിരക്കില്ല, മുമ്പിൽ തന്നെ കിട്ടിക്കോണമെന്നില്ല. ആരാച്ചാൽ നിന്നോട്ടെ, നോക്കട്ടെ. ഇതാണ് മനസ്സ് സെറ്റിങ്സ് ഇല്ലാഞ്ഞുള്ള അവസ്ഥ. മദീനത്തെ പള്ളിയിൽ മുമ്പിലെ സപ്പ് കിട്ടാൻ മത്സരമുണ്ടായി. മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ മത്സരമുണ്ടായി. മദീന തെരുവോരങ്ങളിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ മത്സരമുണ്ടായി. യുദ്ധത്തിന് പോകുമ്പോ യുദ്ധം ചെയ്യൽ നിർബന്ധമില്ല എന്ന് അള്ളാഹു ഒഴിവ് കൊടുത്തവരും അതിൽ മത്സരിക്കുന്ന അവസ്ഥയുണ്ടായി. എന്താ ഓരോ നമ്മൾ വ്യത്യാസം? രണ്ട് കാല് കയ്യിലുക അല്ല, സെറ്റിങ്സിലാ വ്യത്യാസം. മനസ്സിന്റെ സെറ്റിങ്സ് അത് യഥാർത്ഥമാവണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് നമ്മൾ ഇന്ന് ദുനിയാവിന്റെ ഓരോ കാര്യത്തിനും എന്തുമാത്രം പ്രാധാന്യം, ശ്രദ്ധയും താല്പര്യം, മത്സര ബുദ്ധിയും കാണിക്കുന്നുണ്ടോ അതൊക്കെ പരലോകത്തിന് വേണ്ടി കാണിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റി. അവർ മത്സരിച്ചത് യഥാർത്ഥത്തിൽ മത്സരിക്കേണ്ട വിഷയത്തിനായിരുന്നു. അവർ പഠിച്ചത് യഥാർത്ഥത്തിൽ പഠിക്കേണ്ട വിഷയമായിരുന്നു. അവർ ചിന്തിച്ചത് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട വിഷയത്തിലായിരുന്നു. അവർ കണ്ടതും കേട്ടതും യഥാർത്ഥത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അടിസ്ഥാനപരമായ വിഷയത്തിലായിരുന്നു. സെറ്റിങ്സ് ആണ് പ്രശ്നം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? ഞാൻ സൂറത്ത് അറാഫിലെ 179 ആയത്താണ് ഓതി കേൾപ്പിച്ചത്. ലഖദ് ദറഅനാ ലിജഹന്നമ, നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട് കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം ആളുകളെ. അവരുടെ ജീവിതം കണ്ടാൽ അങ്ങനെയാ തോന്നുക. എന്താ അവരുടെ പ്രത്യേകത? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയം, മനസ്സിലാക്കേണ്ട ഗൗരവത്തിൽ, മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാവൂല. എന്നാൽ മനസ്സിലാക്കേണ്ടാത്ത, അത്ര പ്രാധാന്യം കൊടുക്കേണ്ടാത്ത ഭൗതിക വിഷയത്തിലോ തല നാരിഴ കീറി പഠിക്കും. ഏത് കോഴ്സ് എടുത്താലാണ് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുക? ഏത് ബിസിനസ്സിലാണ് ഏറ്റവും പെട്ടെന്ന് പൈസക്കാരനാവാൻ പറ്റുക? ഏത് വഴിക്ക് പോയാലാണ് ഉദ്ദേശിച്ച സ്ഥലത്ത് ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും കിലോമീറ്റർ കുറഞ്ഞ് നല്ല റോഡ് കിട്ടുക? ഇതൊക്കെ അന്വേഷിക്കൂലേ? ഒക്കെ നമ്മൾ അന്വേഷിക്കും. എന്നാൽ എങ്ങനെയാണ് ഈ സ്വർഗത്തിലെത്തുക? എത്രമാത്രം വഴികളാണ് സ്വർഗത്തിലേക്ക് എൻ്റെ മുമ്പിൽ അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നത്. ഒരു 10 പൈസന്റെ മുടക്കില്ലാതെ സുഖമായി സ്വർഗത്തിലൂടെ കടന്നു പോകാവുന്ന ധാരാളം വാതായനങ്ങൾ തുറന്നൊക്കെ പോറ്റിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്. കണ്ണോ ഭയങ്കര കണ്ണാ. നമ്മൾ പറയുന്ന ഓരോ ഭയങ്കര കണ്ണാന്ന് പറഞ്ഞാൽ വലിയ കണ്ണാന്നാ. ആരും കാണാത്തവൻ കാണും, ആരും കാണാത്തവൻ കാണും. ഏത് വിഷയത്തിൽ? ദുനിയാവിന്റെ വിഷയത്തിൽ. മൂപ്പർ അന്ന് കണ്ടതാ ഭയങ്കര കാഴ്ച. അന്ന് ആ സ്ഥലം എടുത്തിട്ടുണ്ട് മൂപ്പർക്ക് ആ ഒരൊറ്റ സ്ഥലത്ത് മേൽ രക്ഷപ്പെട്ടു പോയി. കോഴിക്കോട് ടൗണിൽ ഒരു ചെറിയ പെട്ടിക്കടയിൽ സ്വർണ്ണ കച്ചവടം നടത്തിയിരുന്ന ഒരു വിഭാഗം ആളുകൾ ആയിരക്കണക്കിന് ഷോപ്പുകളായി വളർന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്താ കാരണം? ഭയങ്കര ബുദ്ധിമാന്മാരാട്ടോ. എന്താണ്? എത്ര വലിയ എന്താ വളർച്ച എന്നറിയോ? അല്ലേ? ദുനിയാവാണ്. അതാണ് നമ്മുടെ സംബന്ധിച്ചുള്ള വളർച്ച, അതാണ് നമ്മുടെ സംബന്ധിച്ചുള്ള ഉയർച്ച. എന്നാൽ ഖുർആൻ വളർത്തിയെടുത്ത ആളുകളോ ഈ സെറ്റിങ്സ് വളരെ പ്രധാനപ്പെട്ടതാ സഹോദരന്മാർ. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കേണ്ട ഗൗരവത്തിൽ, കേൾക്കേണ്ട സമയത്ത് അവർ കേൾക്കൂല. കേൾവില്ലാഞ്ഞിട്ടല്ല, ഒക്കെ കേൾക്കും. നമ്മൾ കേൾക്കാത്തൊക്കെ മുമ്പ് കേൾക്കും. ഒക്കെ ദുനിയാവിന്റെ കാര്യമായിരിക്കും. ഖുർആൻ വേണ്ട, ക്ലാസ് ഇല്ല, ഉപദേശം അതൊന്നും കേൾക്കൂല, മറ്റൊക്കെ കേൾക്കും. എന്താ വിഷയം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അല്ലാഹു പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ് പ്രവാചകരെ. അല്ല ബൽഹും അവൽ, അതിനേക്കാൾ മോശം.
നാൽക്കാലികൾക്കൊരു തിരിച്ചറിവുണ്ട് സഹോദര. തിന്നാൻ പാടില്ലാത്ത ഭാഗത്തേക്ക് ആടിങ്ങനെ തിരിയുമ്പോ 2 വലി വലിച്ചാൽ മതി, പിന്നാട് തിരിയില്ല. പോവാൻ പാടില്ലാത്തോടത്ത് നാൽക്കാലികൾ പോകുമ്പോ ശബ്ദം ഉണ്ടാക്കിയാൽ മതി, തിരിച്ചു പോരും. അവയുടെ തിരിച്ചറിവ് പോലും ചിന്താശക്തിയും കേൾവിശക്തിയും കാഴ്ചശക്തിയും നൽകപ്പെട്ട മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട പാരത്രിക ജീവിതത്തിലെ വിജയത്തിന്റെ വഴിയിൽ ഉപയോഗപ്പെടുത്താത്തതിന്റെ കാരണം എന്താ അറിയോ? ഖുർആൻ തന്നെ പറഞ്ഞു, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. പ്രവാചകൻ പോലെ കണ്ണിന് കാഴ്ചയിലേക്കല്ല കേട്ടോ, ഒരു പൊട്ടന്മാരൊന്നുമല്ല, നല്ല കേൾവിശക്തി ഉള്ളവരാ. പക്ഷെ അന്ധമായത് അവരുടെ കണ്ണോ കാതോ അല്ല, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. അവരുടെ നെഞ്ചിന്റെ ഉള്ളിൽ അവനെ നിയന്ത്രിക്കാൻ ഞാൻ നിശ്ചയിച്ച ഹൃദയം, ഖൽബ്, അത് സെറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അവിടെയാണ് അന്ധത ബാധിച്ചത്. അവിടെ അന്ധത ബാധിച്ചാലുണ്ടല്ലോ ശരീരം മുഴുവൻ ബാധിക്കും, അത് കർമ്മങ്ങൾ മുഴുവൻ പ്രകടമാവും. ഇതാണ് വിഷയം. ദുനിയാവിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരലോകത്തിന്റെ വിഷയത്തിൽ കീഴ്പ്പെട്ട് വരികയാണ്. ഖുർആൻ തിരുത്തി ഒന്ന്. എന്താണ് യഥാർത്ഥ വിജയം? ആരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ? നമ്മൾ കണക്കിന് ആരാ? ഗൾഫ് പോയി നല്ല പൈസ ഉണ്ടാക്കി, ഇവിടെ വന്നു നല്ല വീടുണ്ടാക്കി, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങി, നല്ല ഭാര്യയും 2 കുട്ടികളും, റോഡ് സൈഡിൽ വീടും, സഞ്ചരിക്കാൻ 1 കോടി രൂപന്റെ വാഹനം. എന്താ നമ്മൾ പറയാ? ഓന്റെ രക്ഷപ്പെട്ട്, ഞങ്ങൾ കൂടെ പഠിച്ചതാ. 2 കൂടെയാ ഗൾഫിലേക്ക് പോയതും. പക്ഷെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഈ കുലുക്കും ഈ തുപ്യമായി ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഓൻ പിന്നെ അവിടെ പിടിച്ചു നിന്ന്. അതുകൊണ്ട് ഓൻ രക്ഷപ്പെട്ടു, ഞാൻ പരാജയപ്പെട്ടു. അപ്പൊ ആരാ രക്ഷപ്പെട്ടവൻ? ആരാ പരാജയപ്പെട്ടവൻ? നമ്മുടെ ഭാഷയിൽ ദുനിയാവിൽ രക്ഷപ്പെട്ടവനാണ്. ഖുർആൻ തിരുത്തിയില്ലേ? 2-ാം അധ്യായം സൂറ ആലു ഇമ്രാൻ 185-ാമത്തെ വചനം, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. യഥാർത്ഥത്തിലെ വിജയം എന്ന് പറയുന്നത് ഈ ലോകത്തോട് വിട പറഞ്ഞ് പരലോക യാത്രയിലേക്ക് കാലുവെക്കുന്ന മരണസമയത്ത് ഒരു മനുഷ്യന്റെയും സഹായം കൂടാതെ പരലോകത്ത് നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെടുന്നുവോ അവനാണ് വിജയി. അതിപ്പോഴും നമ്മുടെ മനസ്സിൽ വിജയമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ വിജയവും നമ്മൾ ആകർഷിക്കുന്ന വിജയവും നമ്മൾ കേൾക്കുന്ന വിജയവും ഭൗതിക ജീവിതത്തിലെ വിജയം മാത്രം. അതുകൊണ്ടാ നമുക്ക് പരലോക വിഷയത്തിൽ പലതിലും പലപ്പോഴും പങ്കെടുക്കാനോ ഭാഗവക്കാകാനോ സാധിക്കാത്ത വിധം ദുനിയാവ് നമ്മെ തടസ്സപ്പെടുത്തുന്നത്. അവർ സ്വഹാബികൾ ഭയപ്പെട്ടത്, പരിഭ്രമിച്ചത്, മത്സരിച്ചത് ഏത് വിഷയത്തിലാണെന്ന് ഞാൻ ഈ സദസ്സിനോട് പറയേണ്ടതില്ലല്ലോ. 5000 ചില്ലാനം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് നേർക്ക് നേരെ കേട്ട് മുസ്ലിം ഉമ്മത്തിൽ എത്തിച്ചു കൊടുത്ത മുഹദ്ദിസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് അറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ. അദ്ദേഹം വഫാത്തിന്റെ സമയത്ത് കരയുമ്പോൾ അതിന്റെ കാരണം പറഞ്ഞെന്താ? ഖില്ലത്തു സാദി വതൂലു സഫരി. പരലോകത്തേക്കുള്ള എന്റെ സമ്പാദ്യം വളരെ ശുഷ്കമാണ്, പോവാനുള്ള യാത്രയോ വളരെ സുദീർഘമാണ്. പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് ഖുർആനും ഹദീസും നേർക്ക് നേരെ കേട്ട് മുസ്ലിം ഉമ്മത്തിൽ എത്തിച്ചു കൊടുക്കാൻ ഒരു പുരുഷ ആയുസ് മുഴുവൻ മദീന പള്ളിയിൽ ഉരുകി തീർന്ന ജീവിതം. ളുഹ്ർ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ കൈകെട്ടുമ്പോ വിശപ്പ് കൊണ്ട് ബോധരഹിതനായി വീണ മുഹദ്ദിസ്, വലിയ കച്ചവടക്കാരനും പണക്കാരനുമായിട്ടും ദീൻ പഠിക്കാൻ വേണ്ടി കച്ചവടത്തെ അവഗണിച്ച മഹാനായ ത്യാഗി മരിക്കുന്ന സമയത്ത് പറയാ, ഖില്ലത്തു സാദി വതൂലു സഫരി. എന്റെ യാത്ര വളരെ സുദീർഘമാണ്. പരലോക യാത്രയെ ഉദ്ദേശിച്ചത്. ഖില്ലത്തു സാദി, എന്റെ കയ്യിലുള്ള പാതയം വളരെ ശുഷ്കമാണ്. സഹോദരന്മാരെ സ്വയം പരിശോധിക്കുക. ഏത് ലോകത്തെ നേട്ടത്തെ പറ്റി? പരലോകത്തെ നേട്ടത്തെ പറ്റി. അതിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നതിൽ പ്രയാസപ്പെടുന്നു. ഇത്രയും ത്യാഗം ചെയ്ത മനുഷ്യന്മാര്, അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ വിജയതയായിരുന്നു. ആരാണ് ബുദ്ധിമാൻ? റസൂൽ ചോദിച്ചാണല്ലോ, മനിൽ കയ്യിസ്, ആരാ ബുദ്ധിമാൻ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരാ ബുദ്ധിമാൻ? പെട്ടെന്ന് ഭൗതിക നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ ആളുകളെ
ചെറുപ്രായത്തിൽ തന്നെ വലിയ നേട്ടം കൈവരിച്ചവരെ, വലിയ ബുദ്ധിപരമായി വലിയ ഉന്നത പദവിയിൽ ചെറിയ പ്രായം കൊണ്ട് എത്തിപ്പെട്ടവരൊക്കെ നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയാറുണ്ട്. എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുക, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വശരീരത്തെയും ജീവിതത്തെയും പകരം കൊടുത്ത് പരലോകം നേടിയവനാണ് മരിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് തിരുത്തി പഠിപ്പിക്കുക. എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മദീനയിലേക്ക് ഹിജ്റ പോയി ഏതാനും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ശുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാൻ പറ്റിയില്ല. അദ്ദേഹം റോമക്കാരനാണ്. റൂമി എന്ന് പറഞ്ഞ റോമ. ശുഹൈബ് റൂമി റോമക്കാരനാണ്. മക്കയിൽ വന്ന് മുസ്ലിമായി, കച്ചവടം ചെയ്ത് വലിയ പൈസക്കാരനായി, കോടീശ്വരനായി. ഹിജ്റ പോകുമ്പോൾ ശത്രുക്കൾ തടഞ്ഞു വെച്ചു. എന്താ പറഞ്ഞത്? നീ വെറും കൈയോടെയാണ് ഈ നാട്ടിലേക്ക് വന്നത്. ഈ കണ്ട സ്വത്തും പൈസയും ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്. ഞങ്ങളെ നാട് പറ്റാതപ്പം മദീനയ്ക്ക് പോവല്ലേ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ ഞങ്ങൾക്ക് പറ്റണ്ട, ഇവിടെ ഇട്ടിട്ട് പോയാൽ മതി. ഹിജ്റയാണോ വലുത്, പണമാണോ വലുത്? വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിലൂടെ ചോര നീരാക്കി നേടിയ സമ്പത്താണോ വലുത്, അള്ളാന്റെ റസൂലിന്റെ കൂടെ ഹിജ്റ പോലാണ് ആദർശമാണോ വലുത്? ഈ ചോദ്യത്തിന് മുമ്പിൽ ശുഹൈബ് റൂമിക്ക് രണ്ടാമതൊരു ഉത്തരവുണ്ടായിരുന്നില്ല. സമ്പത്ത് മുഴുവൻ എടുത്തോളൂ, എന്നെ പോകാൻ അനുവദിച്ചാൽ മതി. സഹോദരന്മാരെ, ഈ പോകുമ്പോ എന്താ കൊണ്ടുപോണത്? ആദർശമല്ലാതെ വേറെന്താ ഉള്ളത്? സ്വർഗമല്ലാതെ വേറെന്താ ഉള്ളത്? നരകമോചനല്ലാതെ വേറെന്താ ഉള്ളത്? സാധിക്കും എനിക്ക് നിങ്ങൾക്ക് പരിശോധിച്ചു. എന്നിട്ടോ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി അങ്ങകലെ ഒരു മുട്ടുസൂചി പോലെ ഒരു മനുഷ്യൻ നടന്നു വരുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ. കണ്ടപാടെ അദ്ദേഹം മദീന പള്ളിയിൽ എത്തുന്നത് വരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞ വാക്ക് റബിഹ ശുഹൈബ്, റബിഹ ശുഹൈബ്. ശുഹൈബ് വലിയ ലാഭവുമായി വരുന്നു, വലിയ ലാഭവുമായി വരുന്നു. ലാഭമാണ് നമ്മുടെ അഭിപ്രായത്തിൽ? ലാഭമായിട്ടാണ് വരുന്നത്. ഉള്ളത് മുഴുവനാട് കൊടുത്ത് അയാൾക്ക് അവിടെ നിന്നാ പോരെന്നല്ല നമ്മൾ പറയാം. ശത്രുക്കൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഒട്ടകത്തെ പോലും കൊടുത്തില്ല. ധരിക്കുന്ന വസ്ത്രം ഏൽപ്പിച്ചു. ഇത് ഇവിടുന്ന് ഉണ്ടാക്കിയതാ, അയക്കണം. പിന്നെന്താ ഞാൻ ഉടുക്കുക? ഞങ്ങളൊരു പുതപ്പ് തരാം, അത് 2 പീസാക്കുക. ഒരു പീസ് ഉടുക്കുക, ഒരു പീസ് പുതക്കുക. 450 കിലോമീറ്റർ നടന്നു പോയിക്കോളൂ. ആദർശാണല്ലോ വലുത്, ആദർശാണല്ലോ വലുത്, അല്ലേ? തളർന്ന ശുഹൈബ് റൂമി തളർന്നു പോയോ? ഇല്ല. അദ്ദേഹം പുതപ്പ് വാങ്ങി 2 കഷ്ണാക്കി, ഒരു കഷ്ണം കൊടുത്ത് ഒരു കഷ്ണം പുതച്ച് 450 കിലോമീറ്റർ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ ആദർശവും സ്വർഗവും മാത്രം ലാക്കാക്കി മദീനയ്ക്ക് വരുന്ന ആ പട്ടിണിപ്പേക്കോലത്ത് നോക്കി പ്രവാചകൻ പറഞ്ഞ വാക്ക് റബിഹ ശുഹൈബ്, റബിഹ ശുഹൈബ്. ആ മനസ്സിന്റെ സെറ്റിങ്സ് എന്താ? അങ്ങനെ നമ്മുടെ മനസ്സ്, അതാണ് റസൂൽ തിരുത്തി കൊടുക്കുക. യഥാർത്ഥ ലാഭം ഇതല്ല. സ്വഹാബികൾ അടിമുടി മാറിയില്ലേ? വിശ്വാസ രംഗത്ത് ഒരുപാട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ, ലാത്തയ ഉസ്സയ മനാത്തയ ഹുബലിനെ ഒക്കെ വിളിച്ച് അള്ളാഹുവിലേക്ക് ശുപാർശകരാക്കിയിരുന്ന സ്വഹാബികൾ അള്ളാഹനെ മാത്രം വിളിക്കുന്ന അവസ്ഥയുണ്ടായില്ലേ? പരിവർത്തനം ഉണ്ടായില്ലേ? നോക്കിങ്ങള്, സഫാ മർവന്റെ ഇടയിൽ സഅയ് ചെയ്യണം. അള്ളാഹു ആയത്തിറക്കി, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. സഫായും മർവായും അള്ളാന്റെ ചിഹ്നത്തിൽ പെട്ടതാണ്. അതെന്തേ പറയേണ്ടി വന്നത്? സ്വഹാബികൾക്ക് സഫാന്റെയും മർവാന്റെയും ഇടയിൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം സഅയ് ചെയ്യാൻ മടി. കാരണം എന്താ അറിയോ? സഫയിൽ ഒരു വിഗ്രഹം, മർവയിൽ വേറെ വിഗ്രഹത്തെ വെച്ച് ആരാധിച്ചോലാവല്. അപ്പൊ ഇതങ്ങനെ നടക്കുമ്പോ ആ പഴയ വിഗ്രഹത്തിന്റെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ നടക്കാൻ പേടി. ശിർക്ക് വന്നു പോകുമോ? മാറിയ മാറ്റം അല്ലാഹ് ആയത്തിറക്കി, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. അതിലൂടെ തവാഫ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സഅയ് ചെയ്യുന്നതിന് വിരോധമല്ല, നടന്നോളൂ. പണ്ടത്തെ ഒന്നും ഓർക്കണ്ട. നോക്കി നിങ്ങൾ എത്ര മാത്രം മാറി അവരുടെ സെറ്റിങ്സ്. നോക്കി നിങ്ങൾ തൗഹീദിന്റെ ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടാണല്ലോ തവാഫ് തുടങ്ങേണ്ടത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കല്ലിന്റെ അടുത്ത് ഒന്നിങ്ങനെ നിൽക്കുക. പടച്ച റബ്ബേ, പണ്ട് ചെയ്ത പണിയാണ്.
പണ്ട് ഈ കല്ലിന് മണ്ണിനെ ആരാധിച്ചിരുന്നതും പൂജിച്ചിരുന്നതും. അപ്പോൾ വറക്കാൻ അദ്ദേഹം പറയാണ്, ഹജർ അസ്വദിനോട് പറയാൻ, ഇന്നി അഅലമു അന്നക ഹജർ, ഹജർ അസ്വദേ നീ ഒരു കല്ലാണ് എന്ന് ഉമറിന് അറിയട്ടോ. ലാ തദുറു വലാ തൻഫഉ, നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ മാ ഖബ്ബൽതുക്, ഒരിക്കലും ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. മനസ്സിന്റെ സെറ്റിങ്സ് ഉണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ആവണം. കർമ്മങ്ങൾ ലക്ഷ്യം സ്വർഗമായപ്പോ അവരുടെ കർമ്മം ഖുർആനും സുന്നത്തുമായി പരിവർത്തിപ്പിക്കാൻ ഒരു പ്രയാസമുണ്ടല്ലോ. എത്രമേൽ ആയത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ആയത്ത് കേൾക്കുന്നു, കേട്ടപോലെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇത് മനസ്സിന്റെ സെറ്റിങ്സാ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. സൂറ ആലു ഇംറാന്റെ 191 ആയത്താണ്. നമ്മൾ സാധാരണ പണ്ട് മുസ്ഹഫിന്റെ ജുസ് പറയാൻ അലിഫ് ലാം മീം സയഖൂലു തിൽക റസൂലു ലൻ തനാലു, 4ാമത്തെ ജുസ് തുടങ്ങുന്ന ആയത്താ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഈ സദസ്സിനോട് ഞാൻ ഇതിന് ശേഷം നടന്ന സംഭവം ഞാൻ പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്തിൽ, നിങ്ങളെ സമ്പത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുവോളം നിങ്ങൾ പുണ്യം കരസ്ഥമാക്കിയവരാവുകയില്ല. ഇതാണ് ആയത്ത്. ഇത് കേൾക്കുന്നു സഹാബികൾ. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പരിശോധിച്ചത്, എന്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്? അത് കൊടുത്തില്ലേ? അടിയാധാരം കൊടുത്തില്ലേ? ബൈറുവാ എന്ന തോട്ടത്തിന്റെ അടിയാധാരം പ്രവാചകനിലേക്ക് കൊടുത്തില്ലേ? കുടുംബത്തോട് ആലോചിക്കേണ്ടി വന്നോ? മക്കളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞോ? ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. ആയത്ത് കേൾക്കുന്നു, അടിയാധാരം കൊടുക്കുന്നു. അതേ സദസ്സിലിരിക്കുകയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒന്നുമില്ല, സാധുവാണ്. അദ്ദേഹം ഇട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട്, പ്രവാചകരെ, അബൂ തൽഹ തന്നമാതിരി തോട്ടമൊന്നും എൻ്റെ അടുത്തില്ല. ഞാനൊരു യുദ്ധത്തിൽ പങ്കെടുത്തതിന് ഗനീമത്തായിട്ട് എനിക്ക് നിങ്ങൾ തന്നതൊരു അടിമയാണ്. എൻ്റെ അടുത്ത് അതേ ഉള്ളൂ. ഇതാ ഓനെ കൊണ്ട് എന്താ വെച്ചാ ഉപകാരങ്ങൾ എടുത്തോളൂ, കൊടുക്കും. ബാപ്പ ഇരിക്കാൻ കാത്തുക. മകൻ ആര്? ഇബ്നു ഉമർ. മുത്തബിഉസ്സുന്ന എഴുന്നേറ്റു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബാപ്പന്റെ കൂടെ ആ യുദ്ധത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. നിങ്ങൾ എനിക്ക് ഗനീമത്തായി തന്നത് ഒരു കുതിരയാണ്. ഇതാ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ, എടുത്തോളൂ. ഈ ആയത്തിനോട് പ്രതികരിക്കാൻ വീട്ടിൽ പോയി ചോദിച്ചിട്ടില്ല. എന്താ കാര്യം? സമിഅനാ വഅതഅന. അതാണ് മനസ്സിന്റെ സെറ്റിങ്സ്. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വന്നു. എന്താ സിദ്ദീഖ് അള്ളാഹുവിന്റെ പ്രതികരണം? നമ്മളൊക്കെ എന്താ ഇപ്പൊ ഹദീസിനോടും ഖുർആനോടൊക്കെ നമ്മളെ സമുദായം കാണിക്കണേ അലംഭാവം? ആലോചിക്കട്ടെ, അത് ബുദ്ധിക്ക് പറ്റുമോ നോക്കട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, നടക്കുവോ നടക്കൂലെന്ന്. നോക്കിങ്ങൾ ഇസ്രാ മിഅ്റാജ് കേട്ട പാടെ സിദ്ദീഖ് അള്ളാഹുവിനെ അംഗീകരിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞ ഞാൻ എന്താ, 7ാം ആകാശത്തിന് മുകളിൽ നിന്ന് ഈ മനുഷ്യന് ദിവ്യ സന്ദേശം വരുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്ന എനിക്ക് ആ ദിവ്യ സന്ദേശത്തിന്റെ ഒരിടത്തിലേക്ക് അയാൾ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വിശ്വസിക്കേണ്ട ആവശ്യം? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കണോ? എന്നാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇത് മനസ്സിന്റെ ഒരു സെറ്റിങ്സാ. ഇതുണ്ടാവണം നമ്മൾക്ക്. ആരാണ് ഏറ്റവും ഉത്തമൻ? അതിനാണല്ലോ ഓടുന്നത്. നമ്മൾ പകലന്തിയോളം ഓടുന്നത് ഓനേക്കാളും ഉന്നവനാണ്, ഓനേക്കാളും വലിയവനാണ്, അല്ലേ? ആരാണ് ഉത്തമൻ? ഏറ്റവും മാന്യൻ, അള്ളാഹുവിന് ഏറ്റവും ആദരവ് ആരോടാ? ഖുറൈശികളോടാണോ? വെളുത്തവനോടാണോ? പണക്കാരനോടാണോ? അല്ലല്ലോ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇത് ആരോടാ സഹോദരന്മാരെ പറഞ്ഞത്? ഗോത്രത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ പരസ്പരം പോര് നടിച്ചിരുന്ന അറബികളോട് പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ ആരാണോ അള്ളാഹിനോട് ഏറ്റവും ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നത് അവനാണ്. എത്ര കൃത്യമാണത്! അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മക്കം 10 ദിവസം പ്രവർത്തിച്ചാണ് കാണിച്ചു കൊടുത്തത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനല്ലേ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചത്? ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചത് ആരെയാ? ഇസ്ലാമിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം. ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും 5 നേരവും അവരുടെ മനസ്സിനെ, അവരുടെ ശരീരത്തെ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന ഏറ്റവും ഉന്നതമായ ധർമ്മമാണ് പള്ളികൾ ഒരു മഹല്ലിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പള്ളിയിലേക്ക്, ആ മഹല്ലിലെ മുഴുവൻ ആളുകളെയും 5 നേരം വിളിച്ചു ചേർത്ത് അവരെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ ആഹ്വാനം ചെയ്യുന്നവന്റെ പേരാണ് മുഅദ്ദിൻ.
ഇസ്ലാമിലെ ഏറ്റവും വലിയ കർമ്മമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞു. ഈ ആയത്തിനെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലെ സുപ്രസിദ്ധനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എഴുതി, നസലത്ത് ഹാദിഹിൽ ആയ ഫിൽ മുഅദ്ദിനീന. ഈ ആയത്ത് അവതരിച്ചത് ബാങ്ക് വിളിക്കുന്നവരുടെ വിഷയത്തിലാണ്. ഏതായത്ത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സ്വയം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമാണ് എന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തവനേക്കാൾ നല്ല വർത്തമാനം പറഞ്ഞവൻ ആരുണ്ട്? ഏറ്റവും നല്ല വർത്താനം ആരാ? ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ആരൊക്കെ കൊതിച്ചിട്ടുണ്ടാവും? ബാങ്കിന്റെ പ്രതിഫലം കേട്ട സ്വഹാബികൾ എല്ലാവരും കൊതിച്ചിട്ടുണ്ടാവൂലേ? ഉണ്ടാവും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് ആരെയാ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞു വന്നു. സ്വർഗം കണ്ട, നരകം കണ്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയിന ബിലാൽ എന്ന് ചോദിച്ചില്ലേ? എവിടെ ബിലാൽ? ഞാൻ സ്വർഗത്തിൽ വാതിൽ തുറന്നപ്പോ നിന്റെ കാലടി ശബ്ദം എന്റെ മുമ്പിൽ ഞാൻ കേട്ടല്ല ബിലാൽ. ഇത് കേൾക്കാൻ അർഹത ആരൊക്കെ ഉണ്ടാ സദസ്സിൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവില്ലേ? മോശക്കാരനാ? പറയാൻ പറ്റുമോ? പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തടിച്ചുകൂടിയ മനുഷ്യർക്ക് മുമ്പിൽ വർഷങ്ങളോളം വർണ്ണത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്നുണ്ടോ? താങ്കളുടെ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള ബിലാൽ, എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാന് എപ്പോ ഒന്ന് മുറിഞ്ഞാലും ഒന്ന് എടുക്കും. ഒന്നുകൂട് കൂടി നടക്കാൻ പറ്റും. നമ്മൾ പിന്നെ കുടുങ്ങിയാലേ അത് ചെയ്യുള്ളൂ. നിസ്കരിക്കുമ്പോ കുടുങ്ങിയല്ലോ, അപ്പൊ പിന്നെ നിർത്തില്ല. ഇത് എപ്പോ ഒന്ന് മുറിഞ്ഞാലും ഞാൻ ഒന്നും എടുക്കും. ഒന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇബാദത്ത് ആർക്കും അറിയോ? ഞാൻ എപ്പോ ഒന്നും എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കും. അതാണ് താങ്കളുടെ മുമ്പിലെത്താൻ മാത്രം ഞാൻ പരിശോധിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ നിലനിർത്തി പോയിരുന്ന ഒരു കർമ്മം. നോക്കിങ്ങൾ, ഉളു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പ്രകാശം എന്നാ. നിങ്ങൾ ഈ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചറിയൽ എങ്ങനെയാ? ആധാർ കാർഡ് നോക്കിയിട്ടാ? ആധാർ കാർഡ് നമ്മളെ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ പോലും അംഗീകരിക്കില്ല. പിന്നെ റസൂൽ അംഗീകരിക്കല് മുറം മുഅജ്ജിലീന. ഉളുവിന്റെ അവയവങ്ങൾ പ്രകാശിച്ചിട്ടല്ലേ? ഏറ്റവും ശ്രേഷ്ഠമായ. ഞാൻ പറഞ്ഞതല്ലോ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിൽ ഏറ്റവും ഭക്തിയുള്ള ആളാരാണ്? അവരെ അള്ളാഹുവിന്റെ റസൂൽ പൊക്കി കാണിക്കാൻ. എല്ലാ ധാർമ്മിക തിരുത്ത് അല്ലാത്തൊക്കെ തച്ചുടച്ചു. മുഅദ് റളിയല്ലാഹു അൻഹുവിനെ എംഎൽഎക്ക് അയക്കുമ്പോ ഒരുപാട് ഉപദേശം കൊടുത്തു. അവസാനം കൊടുത്ത ഉപദേശം എന്താ? 2 ഉപദേശം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. 19 വയസ്സാ കുട്ടിന്റെ പ്രായട്ടോ. സാധാരണ ഒരാളെ യാത്രയാക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ദ്വാരനാണ് യാത്രയാക്കലാണ്. പക്ഷേ മുഅദ് റളിയല്ലാഹുവിന്റെ പോകുന്ന വാഹനത്തിന്റെ കയറ് പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ മരുഭൂമിയിൽ ഒരുപാട് നടന്നു, ഒരുപാട് ഉപദേശം കൊടുത്തു. അവസാനം കൊടുത്ത ഉപദേശം, ഇന്ന ഔലാ ബി അൽ മുത്തഖൂൻ. മുഅദ്, നാളെ പരലോകത്ത് എന്നിലേക്ക് ഏറ്റവും അടുത്തവർ ഏറ്റവും തഖ്വയുള്ളവരായിരിക്കും. അതൊക്കെ അറബികളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ എന്നും ഒരു പുതുമയുള്ള തിരിച്ചറിവാണ്. അപ്പൊ അള്ളാഹുവിൽ ഭക്തി ആരാണോ ഏറ്റവും കൂടുതലുള്ളത് അവരാണ് ഏറ്റവും ഉത്തമർ. യഥാർത്ഥ ജീവിതത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ പരലോകത്തെ വിജയമാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ജീവിതം കൊണ്ട് സ്വർഗം നേടുന്നവനാണ് എന്നൊക്കെയുള്ള ധാരണ ഒരു സമൂഹത്തിന്റെ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചപ്പോഴാണ് ആ സ്വർഗം കിട്ടുന്ന വിഷയത്തിൽ അവർ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ ജീവിതം ലോകാവസാനം വരെ വരുന്ന മനുഷ്യർക്ക് മാതൃകയാകുന്ന വിധത്തിൽ അവർക്ക് ചിട്ടപ്പെടുത്താൻ സാധിച്ചത്. അങ്ങനെ മനസ്സിനെ പരലോകബോധം കൊണ്ടും അള്ളാഹുള്ള വിശ്വാസം കൊണ്ടും പരിവർത്തിപ്പിക്കുന്ന, പരിപക്വമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അള്ളാഹു തന്ന കണ്ണും കാതും ചെവിയും മനസ്സും ഹൃദയവും ഒക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും കാണുകയും ചെയ്യേണ്ട വിഷയത്തിന് കൊടുക്കാനും, യഥാർത്ഥത്തിൽ ചിന്തിക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയം പഠിക്കുവാനും, അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും എല്ലാവരും പരിശ്രമിക്കുക.